ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ ഒരു ടീ ടൈമാണ് കേട്ടോ, ഒരു ടീ സെഷനാണ്. അതിപ്പോൾ ബോംബെയിലാണെങ്കിലും ശരി, തലശ്ശേരി ആണെങ്കിലും ശരി, ഇവിടെ ആണെങ്കിലും ശരി, നമ്മുടെ ടീ സെഷൻ നമ്മൾ ഹാഫ് ആൻ അവർ രാവിലെ മുടക്കാറില്ല. അപ്പോഴാണ് നമ്മുടെ രാവിലത്തെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ. ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്ന് ഇങ്ങനെ ചായ കുടിക്കാൻ ഭയങ്കര രസമാണല്ലേ. സോ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഇതാ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായ സെഷനൊക്കെ കഴിഞ്ഞിട്ട് ഇതേ അപ്പോഴേക്കും അമ്മമ്മ കുളിച്ച് വന്ന് നാമം ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ രമേശേട്ടൻ പണ്ട് ഇങ്ങനെ അമ്മമ്മയുടെ കൂടെ ചൊല്ലിയിരുന്ന പ്രഹ്ലാദ സ്തുതിയും നാമങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഉമ്മർത്തിരുന്നപ്പോൾ ഇങ്ങനെ ചൊല്ലേട്ടോ അമ്മമ്മ ചൊല്ലണത് കേട്ടിട്ട് എല്ലാം കാണാപ്പാടാണ്. പണ്ട് മുതലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചൊല്ലണം. കാരണം രമേശേട്ടൻ ഇതൊക്കെ ഇപ്പോൾ കാണാപ്പാടായ കാരണം ഒന്ന് പൊടി തട്ടി എടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ അമ്പലത്തിലേക്ക് പോവാണ്. കുറേ അമ്പലങ്ങൾ നമ്മൾ ഇവിടുത്തെ അമ്പലങ്ങളൊന്നും കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കൊടുമുടിക്കാവ് പോയി, അത് കഴിഞ്ഞിട്ട് തിരുവേഗപ്പുറം പോയി. തിരുവേഗപ്പുറം ശിവക്ഷേത്രം അറിയാത്തവരുണ്ടാവില്ല. ഇത് കുറച്ച് അത്യാവശ്യം ഫേമസ് ആണ്. ഒരുപാട് സിനിമകളൊക്കെ പരിണയം പോലെയുള്ള സിനിമകളുടെ കുറേ ഭാഗങ്ങളൊക്കെ ഈ ഒരു അമ്പലത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോൾ നാട്ടിലേക്ക് വന്നാലും നമുക്ക് മെയിനായിട്ട് പോകാനുള്ളത് കുറേ അമ്പലങ്ങൾ. രണ്ട് വീട്ടിലായാലെങ്കിലും കുറേ അമ്പലങ്ങളും കുറേ റിലേറ്റീവ്സിൻ്റെ വീടും കാര്യമായിട്ട് അതൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ വ്ളോഗിൽ നിങ്ങൾ അധികം കാണുന്നത് അങ്ങനത്തെ സ്ഥലങ്ങളായിരിക്കും കേട്ടോ. അല്ലാതെ നമ്മൾ വേറെ അങ്ങനെ ട്രിപ്പ് പോലൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ കുറവാണ്. പിന്നെ കുട്ടികൾക്ക് സ്കൂളും എക്സാംസും ഒക്കെ നടക്കുന്ന ഒരു ടൈമായ കാരണം വേറെ ഒന്നിനുമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും എല്ലാ വർഷവും നമ്മുടെ നാട്ടിലെ ഭംഗിയായിരിക്കും നിങ്ങൾ കൂടുതൽ കാണുക കേട്ടോ. അതും കൂടി ഒന്ന് കാണാനോ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് രമേശേട്ടൻ്റെ അവിടെയുള്ള അമ്പലത്തിൽ എല്ലാ സൺഡേയും ഈ ഗീതാ ക്ലാസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ മാതൃസമിതി നടത്തുന്നതാണ്. അപ്പോൾ അതിൽ രമേശേട്ടൻ പറ്റാവുന്ന നാട്ടിൽ വരുന്ന ദിവസമൊക്കെ അവിടെ പോകും. അപ്പോൾ രമേശേട്ടൻ്റെ വക ഒരു കഥ പറച്ചിൽ ഒരുവിധം എല്ലാ കഥകളും അറിയാം കേട്ടോ. പഴയ കഥകൾ, പുരാണ കഥകളൊക്കെ അറിയാം. അപ്പോൾ എനിക്ക് പുരാണ കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള സത്യം പറ കല്യാണം രമേശേട്ടനാണ്. ഞാൻ കൂടുതൽ അങ്ങനെ അറിഞ്ഞിട്ടുള്ളത്. അതുപോലെ മിത്ത് കുട്ടിക്കും എല്ലാ പുരാണ കഥകളും ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. കുറേ കഥകൾ അറിയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടം. ഞങ്ങൾ രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ മിത്തുവിന് പണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് കേട്ട് എനിക്കും കുറേ കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ ആൾ ചെറിയൊരു ഭക്തനാണ്. എല്ലാവിധ വിഷ്ണു സഹസ്രനാമവും ലളിത സഹസ്രനാമവും ഒക്കെ കാണാപ്പാടെ അറിയാവുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അത് രമേശേട്ടൻ്റെ എന്നാണ് കുറച്ചെങ്കിലുമൊക്കെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ അമ്പലങ്ങളൊക്കെ തൊഴുത് വീട്ടിലേക്ക് എത്തി. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് മാങ്ങ പറിക്കാൻ പോകലാണ്. ഇവിടെ കുറേ മാങ്ങയും ചക്കയും പറങ്കിയും മാങ്ങയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മാങ്ങയ്ക്ക് ഇങ്ങനെ ആവണേ ഉള്ളൂ. ശരിക്കും മെയിൽ വരുമ്പോഴല്ലേ ഇതൊക്കെ കൂടുതലുണ്ടാവുക. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെയാണ്. എന്നാലും കണ്ണിമാങ്ങയും ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും അത്യാവശ്യം മാങ്ങയും ചക്കയൊക്കെ കഴിച്ചു കൂട്ടും. അപ്പം ഞാൻ ഈ ഒരു മാങ്ങാപ്രാന്തിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പ്രേംശേട്ടന് ഇതിലൊന്നും അത്ര വലിയ താല്പര്യമില്ല. ഇവിടെ എനിക്കാണ് ഏറ്റവും കൂടുതൽ ചക്കയും മാങ്ങയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര താല്പര്യം കേട്ടോ. അപ്പം ഞങ്ങളൊരു കൊട്ടയെടുത്ത് ഇങ്ങനെ പോവാണ്. അപ്പോൾ മാങ്ങ അധികം ആയിട്ടില്ല പഴുത്തത്. പക്ഷെ നമുക്ക് ഓൾറെഡി വേറെ സ്ഥലത്തു നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് പഴമാങ്ങ കൂട്ടാൻ ഉണ്ടാക്കാനുള്ളതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഇങ്ങനെ ഇവിടെ പോകുമ്പോൾ ഒരു രസം ഇതൊക്കെ ഇങ്ങനെ കണ്ട് എന്താ പറയുക ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു രസം. അത് കഴിഞ്ഞ് മാങ്ങയൊക്കെ പറക്കി ഇപ്പം നമ്മൾ പോകുന്നത് പറങ്കി മാങ്ങ അല്ലേ, അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ അതെനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമ്മളിതാണ് പറയുന്നത് ഈ സാധനം. അപ്പോൾ ഇതിങ്ങനെ പഴുത്താൽ നല്ല ടേസ്റ്റാന്ന് പറയും. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമാണിത്. അതെന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. എനിക്ക് അതിൻ്റെ ആ മണവും അതിൻ്റെ ആ ഒരു കറട ഒരു മണം ഉണ്ടല്ലോ, അതെനിക്ക് ഒട്ടും പറ്റില്ല. പക്ഷേ ബാക്കിയുള്ളവർക്കൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിക്കാനും ഒക്കെ ആയിട്ട് പോവുകയാണ്. നമ്മൾ നാട് വിട്ട് നിൽക്കുന്നവർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചക്കടിയും മാങ്ങയുടെയൊക്കെ വില അറിയുള്ളൂ അല്ലേ. മാങ്ങയും ചക്കയൊക്കെ നമുക്ക് മുംബൈയിൽ കിട്ടുമെങ്കിലും എന്താ പറയുക വളരെ വില കൊടുത്ത് വേണം നമുക്ക് ഒന്നോ രണ്ടോ, അതും നമ്മുടെ നാട്ടിലിങ്ങനെ വെറുതെ കിടക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്നും ഉണ്ടാവില്ല. ഇത് ഇത്രയും മാങ്ങയാണ് നമ്മൾ പറക്കിയെടുത്തത് കേട്ടോ. പഴമാങ്ങ കൂട്ടാൻ്റെ ആളാണ് ഞാൻ. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒരാഴ്ച കൊണ്ട് ഞാൻ തടിച്ച തടി. എങ്ങനെ തടിക്കാതിരിക്കും. ഈ മാങ്ങയും ചക്കയും എനിക്കിങ്ങനെ ചോറ്, ഞാൻ പറഞ്ഞില്ലേ ചോറ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ ചക്കയും മാങ്ങയൊക്കെ കൂട്ടിയിട്ടുള്ള
കറികളിലാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു കൺട്രോളില്ലാതെ ഞാൻ കഴിക്കും. അപ്പോൾ അതെൻ്റെ ദേഹത്ത് പെട്ടെന്ന് തന്നെ കാണുകയും ചെയ്യും. അതാണ് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ചക്കപ്പോൾ ശരിക്കും പഴുത്ത ചക്കയിൽ ഇടിച്ചക്ക ഞാനന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവർ വൃന്ദാവനം പോണ സമയത്ത് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടിച്ചക്ക കൊണ്ട് ഞാൻ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ചക്ക ഇങ്ങനെ ആവണേ ഉള്ളൂ. വിഷുവിനൊക്കെ ആകുമ്പോഴാണ് പഴുത്ത ചക്കയൊക്കെ ഉണ്ടാവുക. പക്ഷേ എല്ലാ പ്ലാവിൻ്റെ മുകളിലും ചക്ക ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് അമ്മമ്മ ഇങ്ങനെ പറയുമായിരുന്നു ചക്കയുടെ വർത്താനം കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് പണ്ട് മുതലേ ചക്കയും മാങ്ങയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്കറിയാം നാട്ടിൽ താമസിക്കുന്നവരാണെങ്കിലും ഒരുപാട് പേർക്ക് ഇതൊന്നും കിട്ടാത്തുണ്ടാവില്ലേ. നമ്മൾ എന്താ പറയുക, നാട് വിട്ടു പോകണം നിർബന്ധമൊന്നുമില്ല, നാട്ടിൽ തന്നെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ചക്കയും മാങ്ങയും ഒന്നും ഇല്ലാത്ത ആളുകൾ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നാട്ടിലുള്ള ആളുകളൊക്കെ നമ്മൾ എല്ലാ വീട്ടിൽ നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, അല്ലെങ്കിൽ അവർ തന്നെ വന്ന് പെറുക്കി കൊണ്ടുപോവുക, പൊട്ടിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കൊന്നും അങ്ങനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം നമുക്ക് തന്നെ പഴമാങ്ങ കിട്ടിയില്ല പറയുമ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് അങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നാടാകുമ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇത് കണ്ട പൈനാപ്പിളാണ് തോന്നില്ലേ, പക്ഷേ പൈനാപ്പിളല്ല. പൈനാപ്പിളിൻ്റെ അതേപോലത്തെ സംഭവം, പക്ഷേ പൈനാപ്പിളല്ല. അപ്പോൾ കാണാൻ ഭംഗിക്ക് ഒരു ചെടി, അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, നമ്മുടെ വീട്ടിലൊക്കെ വളർത്താൻ പറ്റും. അപ്പോൾ ഞാൻ നല്ല കൊതുണ്ടായിരുന്നു. അപ്പോൾ കൊതു കടിച്ച പകം എൻ്റെ കൈ മുഴുവൻ കൊതു കടിച്ച പകം ഞാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ. ഈ കൊതുവിൻ്റെ പകം നല്ലോണം ഉണ്ട്. നല്ലോണം ഇരുമ്പാമ്പുളി ഉണ്ടായിട്ടുണ്ട്. പിന്നെ നിറയെ മുല്ലപ്പൂ ഉണ്ടാവണ സമയം കേട്ടോ. നല്ല മണം, നല്ല മുല്ലപ്പൂ, എന്തൊരു മണം അറിയോ. അപ്പോൾ അത് അമ്മമ്മ ഇങ്ങനെ വൈകുന്നേരം കോർത്തിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കും. അങ്ങനെ ഫൈനലി അച്ഛൻ ഒരു ചക്ക ഇട്ടു. ഞാൻ ചക്ക വേണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എവിടെ നിന്നൊക്കെയോ തപ്പിപ്പിടിച്ച് ഒരു ചക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൂത്ത ചക്ക, അതായത് പഴുത്ത ചക്ക ഞാൻ ഓൾറെഡി തലക്കശ്ശേരിയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, ചക്കപ്പുഴുക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കിത് കൊണ്ടുപോകാനും കൂടെ വേണ്ടിയിട്ട്, അതായത് ഇങ്ങനെ സിപ്പ് ലോക്കിലിട്ട് വെച്ച് ഫ്രീസറിൽ വെച്ച വർഷങ്ങളോളം ഈ ചക്കയും മാങ്ങയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പം നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത് നല്ല മൂത്ത ചക്ക വറുക്കാനും പറ്റിയതാണ്. അതുപോലെ ചക്കപ്പുഴുക്ക്, ഈ ചക്കപ്പുഴുക്ക്, ചക്ക കൂട്ടാൻ, ചക്ക ഉപ്പേരിയൊക്കെ എൻ്റെ ഫേവറേറ്റ്. 365 ദിവസം അത് കിട്ടിയാലും എനിക്ക് മടുക്കില്ല കേട്ടോ. ഇവിടെ വേറെ ആർക്കും അങ്ങനെ ചക്കൂടും മാങ്ങോടും ക്രേസില്ല, പക്ഷേ എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ക്രേസാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചക്ക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളിങ്ങനെ പുറമേക്കൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടാവും എല്ലാവർക്കും, ഫ്രീസറിൽ വെക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. ഈവൻ നാട്ടിലാണെങ്കിലും കുറേ ചക്കൻ്റെ എന്ത് ചെയ്യും, ബാക്കി വന്നു, ഇനിയിപ്പോൾ ഇതൊക്കെ കളയണ്ടേ, ആർക്കെങ്കിലും കൊടുക്കാമെന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു സിപ്പ് ലോക്ക് കവറിൽ ചക്കച്ചോളയാണെങ്കിൽ ആ ചോള പറിച്ചതും, പിന്നെ മാങ്ങയാണെങ്കിൽ പഴുത്ത മാങ്ങ സിപ്പ് ലോക്കിലാക്കിയിട്ട് ഇങ്ങനെ ഫ്രീസറിൽ വെക്കുക. ഒരു 1 ഇയർ വരെ ഒരു കേടും കൂടാതെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചക്കപ്പേരിയും മാങ്ങ കൂട്ടാൻ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പുറമേ നിന്ന് വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കാനും ഒക്കെ ഒരു വലിയ ഫ്രീസർ ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ഫ്രീസർ കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ കൊണ്ടുപോകാം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒന്നും അറിയില്ല, അത് എത്രത്തോളം കിട്ടും എന്നുള്ളത് അറിയില്ല കേട്ടോ. ഇപ്പോൾ അത്ര ആയിട്ടില്ല, ആകെ ഒരു ചക്കയേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ചക്ക 2 തരത്തിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഒന്ന് അതിൻ്റെ മൂക്ക് പോലത്തെ ഭാഗങ്ങൾ കുഞ്ഞിയതാക്കി ചെത്തിയിട്ട് ചക്കപ്പുഴുക്ക്, എപ്പോഴും അങ്ങനെ ഉണ്ടാക്കാം. നല്ല വറക്കാൻ പറ്റിയ ചക്കയാകുമ്പോൾ അതിൻ്റെ നല്ല ഭാഗങ്ങളൊക്കെ നമ്മളെടുത്തിട്ട് ചക്ക വറക്കാനും, ബാക്കിയുള്ള കുഞ്ഞിയ ഭാഗം, മൂക്ക് പോലത്തെ കുഞ്ഞിയ ഭാഗങ്ങളൊക്കെ ചെത്തി ഉണ്ടാക്കിയിട്ട് അത് പുഴുക്കുണ്ടാക്കും. ശരിക്കും പണ്ടൊക്കെ ഈ കാലമായ അറിയുന്നുണ്ടാവില്ലേ, നമ്മുടെയൊക്കെ വീട്ടിൽ എന്നും മാങ്ങാക്കൂട്ടാനും മാങ്ങാക്കൂട്ടാനും ചക്കപ്പുഴുക്ക് 3 മാസം അത് തന്നെ. പക്ഷേ അത് 3 മാസം കഴിച്ചാലും മടുക്കില്ല കേട്ടോ. നല്ല രസമാണ് ആക്ച്വലി. കഞ്ഞിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ്. ഇതാകുമ്പോൾ അധികം ചകണിയൊന്നും ഇല്ലാത്ത മാങ്ങയാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് കൂർക്കം വലിച്ച് കിടന്നുറങ്ങി ഈവനിങ് ആയപ്പോൾ വിചാരിച്ചു ഒരു സിനിമയ്ക്ക് അങ്ങോട്ട് പോകാം എന്നുള്ളത്. കുട്ടികൾക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഇവർ രാവിലെ ബിസിയാണ്. മിഥുനാണ് ഈ സമയത്ത് സ്കൂളില്ലാത്തുള്ളൂ, പക്ഷെ നാട്ടിലൊക്കെ സ്കൂളുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ആട് 3 കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആട് 3 നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സിനിമ മസ്റ്റാണല്ലോ. പക്ഷേ ഇപ്പോൾ കിട്ടിയ സമയം എന്ന് പറയുന്നത് 9:30 ആയിരുന്നു കേട്ടോ. രാത്രി 9:30യുടെ ഷോ ആണ് നമുക്ക് കിട്ടിയത്. ആട് 3 ഫുള്ളായിരുന്നു, ഒരു സീറ്റും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കിട്ടിയ സീറ്റ് എന്ന് പറയുന്നത് 9:30യുടെ ടൈമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിനൊക്കെ പോയി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിനിമ, തമാശ. പക്ഷേ എനിക്ക് ആക്ച്വലി ആട് 1ഉം ആട് 2ഉം കണ്ട ആ ഒരു തമാശ ആട് 3യിൽ ഫീൽ ചെയ്തില്ല കേട്ടോ. എന്താ ചോദിച്ചാൽ അറിയില്ല, പക്ഷേ ഓൾമോസ്റ്റ് കുഴപ്പമില്ല, ഒരു പ്രാവശ്യമൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഉണ്ടായത്. എന്താ ഉണ്ടായതെന്ന് തന്നെ ഓർമ്മയില്ല കേട്ടോ. ഇനി കൂടുതൽ വീഡിയോസ് കിട്ടുമെങ്കിൽ ഞാൻ ഇതുപോലെ എടുക്കാൻ ശ്രമിക്കാം. തൽക്കാലം ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ഞാനിവിടെ അവസാനിക്കുന്നു. ചക്കയും മാങ്ങയായിട്ടുള്ളൊരു വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം.